നമസ്കാരം. ഞാനിത് മൂന്നാമത്തെ വീഡിയോസ് ആണ് കേട്ടോ ചെയ്യുന്നത്. തുരങ്കത്തിനെ കുറിച്ചും ടോളിനെ കുറിച്ചും ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ വീഡിയോസ് ആണ്. ഇത് എന്തായാലും വീഡിയോസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചാർജ് വീണ്ടും ടോളിന്റെ ചാർജ് വർദ്ധിപ്പിച്ചെടുക്കാണ്. നിലവിൽ ഉള്ള കുതിരാൻ തുരങ്കം അടച്ചിട്ട് 4-5 മാസം ഇതുവരെ പണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു തുരങ്കത്തിൽ കൂടെ വരുമ്പോൾ തന്നെ മറ്റേ രണ്ട് സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങിയിട്ട് ശ്വാസമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് അനുഭവപ്പെട്ടു. അതേപോലെ ഞാൻ വേറെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഉണ്ട്. ഇനി മഴക്ക് സീസൺ വരികയാണ്, മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് കാര്യം വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. വീണ്ടും അതിന്റെ പുറമെ ചാർജ് വർദ്ധിപ്പിച്ചിറക്കാണ്. നമസ്കാരം, ഞാൻ സന്തോഷ് പാലത്തോടി. ഞാനെന്നേ ഒരു ടോളിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ടോളിന്റെ കാര്യമാണ്. നേരത്തെ ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോള് വീണ്ടും എന്താ പറയാ, ടോൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, അതിന്റെ ഒരു പ്രതികരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ടൊന്ന് വരും കേട്ടോ. എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊന്ന് പറയണം. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി വണ്ടി ടാക്സും ഇൻഷുറൻസ് ഒക്കെ കെട്ടി നമ്മൾ ഇതാക്കിയിട്ട് ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇമാതിരി തെണ്ടിത്തരം തന്നെ പറയണം. എന്നിട്ട് ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ വീണ്ടും ടോൾ ചാർജ് വർദ്ധിപ്പിച്ചിറക്കാണ്. ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ അഭിപ്രായം എന്തായാലും അറിയിക്കൂ. ഓക്കെ, നിങ്ങൾ ഇത് എന്തായാലും പ്രതികരിക്കണം. നമ്മൾ ഈ പ്രതികരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും നടക്കില്ല. പ്രതികരിച്ചേ പറ്റൂ ഓരോരുത്തരും. ഓക്കെ, നമസ്കാരം. ഞാൻ സന്തോഷ് പാലത്തോടി. ഞാൻ ഒരു അടിപൊളി ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു അടിപൊളി സന്തോഷ വാർത്തയുണ്ട്. ഇന്നു മുതൽ ടോൾ ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഫെസിലിറ്റിയിൽ ഈ റോഡ് പണിതിട്ട് അവർക്ക് കമ്പനിക്ക് നഷ്ടമാണ്. ഇത്ര നാളും കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഫെസിലിറ്റി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, 2 തുരങ്കം ഉണ്ടായിരുന്ന തുരങ്കം ഒരു തുരങ്കം ആക്കുകയും അതേപോലെ റോഡ് തോടാക്കി യൂസ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനി ഒരുപാട് ചെലവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇത്ര നാളും കമ്പനി നഷ്ടത്തിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ടോൾ ചാർജ് വീണ്ടും കൂട്ടുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഈ തുരങ്കത്തിൽ കൂടെ പോകുമ്പോൾ, ഒരു തുരങ്കത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുമ്പോൾ എയർ കുടുങ്ങിയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ശ്വാസമുട്ട് കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ആരും പറയുന്നില്ല എന്നുള്ളൂ. എനിക്ക് 2 പ്രാവശ്യം അനുഭവപ്പെട്ടു. അത് എനിക്ക് മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. കുറച്ച് പേരിനകത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് എനിക്കും അതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി മഴയില്ലാത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ബ്ലോക്ക് കാര്യങ്ങൾ വരാറുണ്ട്. ഒരു തുരങ്കത്തിൽ കൂടെ കടത്തിവിടുന്നുണ്ട്. ഇനി മഴ സീസണാണ് വരുന്നത്. മഴ സീസൺ വരുമ്പോൾ തുരങ്കത്തിൽ കയറുമ്പോൾ ബ്ലോക്ക് കാര്യങ്ങൾ വരികയും ബ്ലോക്കിൽ പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കാര്യത്തിനും തൃശ്ശൂരിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. ഹോസ്പിറ്റലായിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, തൃശ്ശൂരിക്കാണ് നമ്മൾ യാത്ര ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കേസ്, കൊച്ചുകൾ, ഈ തുരങ്കത്തിലൂടെ കടന്നു പോകുന്നവർ ശ്വാസമുട്ട്, അലർജി, ആസ്മ, അങ്ങനെ ഒരുപാടുള്ള ചെറിയ കൊച്ചുങ്ങളിലും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച് വരാറുണ്ട്. ഇതെല്ലാം ഈ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസമുട്ട് വരുന്നവർക്ക്, അനുഭവപ്പെടുന്നവർക്ക് അതിനുള്ളിൽ ബ്ലോക്കിൽപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? ഞാനപ്പോൾ അത് നേരത്തെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തുരങ്കം അടച്ചപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുരങ്കം 2ാമത്തെ തുരങ്കം മരിച്ചു, ഇനി അതെന്ന് ഓപ്പൺ ചെയ്യാൻ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഞാൻ വീഡിയോ ചെയ്തിട്ട് 5 മാസം കഴിഞ്ഞു. ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ്. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, ഒന്നുമില്ല. ടോൾ നിലവിൽ കൊടുത്ത് ദുരിതം അനുഭവിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം, മനുഷ്യന്മാരെല്ലാവരും. ഇപ്പോൾ അതേ ഇതിൽ തന്നെ വേറെ ഒരു മാറ്റങ്ങളും വരുത്താതെ ഇപ്പോൾ ടോൾ ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിറക്കാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എത്ര പ്രതികരിക്കാതെ എത്ര നിങ്ങൾ യാത്ര ചെയ്യും? ഞാൻ ഉൾപ്പെടെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ വീണ്ടും പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ യാത്ര ചെയ്തിട്ട് എന്തിന് ഈ ടോൾ കൊടുക്കണം? അതാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ അതന്നെ പറയുന്നത്. ഈ റോഡ് നേരാകുന്നവരെ ടോൾ പിരിക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്ത് വിടുക.
അതേപോലെ തന്നെ അതിലൊരു കമന്റ് ഇടുക. ഇത് മറ്റുള്ളവർക്ക് എത്തട്ടെ. വേറെ നിങ്ങൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം, ടോളിൽ പോയി പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതാക്കണം എന്ന് പറയില്ല. ഒരുപാട് പേര് സൈലന്റ് ആയിട്ട് പോകുന്നവരുണ്ടാവും, വേറെ ഇതുണ്ടാവും. ഇത് നിങ്ങൾ ജസ്റ്റ് എല്ലാവരും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്നവരാണ്, എല്ലാവരും ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം നോക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് വിട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തും. ആ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. ഇന്നിപ്പോ വീണ്ടും ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് റോഡ് തോടാക്കിയ കമ്പനി വീണ്ടും ടോൾ ചാർജ് വർദ്ധിപ്പിച്ചിറക്കാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ. അതിന് നിങ്ങൾ ഒരു ഭാഗമാകാൻ ഒരു ഷെയർ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് വിടും. അതേപോലെ ടോളിലൊരു ചെറിയൊരു കാര്യം പറയാനുള്ള ഒരു നിയമമുണ്ട്. ടോളുകളിൽ 5 വണ്ടി അല്ലെ 6 വണ്ടി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ടോൾ തുറന്നു വിടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്താ കണ്ടോ, വണ്ടി നിൽക്കുന്നുണ്ടോ, ആ ഫാസ്ട്രാക്ക് അടിക്കുന്നില്ല, മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ആ പെണ്ണൊരു ആ നിൽക്കുന്ന ജോലിക്കാരി ഒരു സാധനം കൊണ്ടുവന്ന് അവിടെ സ്കാൻ ചെയ്തു, അതും വർക്ക് ചെയ്യുന്നില്ല. ആരിൻ്റെ അടുത്ത് ഇതെല്ലാം പറയുന്നത്? ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ടോൾ കൊടുത്ത് വണ്ടി സുഖമായി ഓട്ടിക്കാൻ, സുഖമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ട് ഇവിടെ ഈ ദുരിതം എല്ലാം അനുഭവിച്ച് മിണ്ടാതിരിക്കുകയാണ് എല്ലാവരും. ഇതാണ്ടോ, അവര് പോയി ഇത് സ്കാൻ ആകണില്ല, വേറൊരു സാധനം കൊണ്ടുവന്നു, അതും വർക്കാണില്ല. അവരും മിണ്ടാതെ പോയി. ഇവിടെ ഇരിക്കുന്നവര് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്താണ് ചെയ്യുക? ഇത് നമ്മൾ പൊക്കാനോ അല്ലെങ്കിൽ അവരിന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടായിസം കാണിച്ചു, അസഭ്യം കാണിച്ചു, കേസ് കൂട്ടങ്ങൾ കാര്യങ്ങളായി. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിറങ്ങുന്നു. ഓരോരുത്തരും നിങ്ങൾ ഷെയർ ചെയ്ത് വിട്ടാൽ മതി. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തട്ടെ. അത്രയും നമ്മൾ പറയുന്നു. അല്ലാതെ വേറെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അത്രയും ഞാൻ പറയുള്ളൂ. ഈ റോഡ് ഇത്രയും ഇതാക്കിയിട്ട് കോളമാക്കിയിട്ട് വീണ്ടും ടോൾ ചാർജ് വർദ്ധിപ്പിച്ച് ഇതാക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയല്ലേ. ഇത്രയും ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, നല്ല ഫെസിലിറ്റിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ടോൾ ചാർജ് വർദ്ധിപ്പിച്ചിറക്കുന്നത്. മിണ്ടാതിരിക്കുന്നവർക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ടാ തരുന്നത്. പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിറക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് നോക്ക്, ഇത്ര നേരമായി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇത്ര നേരമായിട്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല, ടോളിൽ കിടക്കാണ്. അവൻ വന്നു, ആ പയ്യൻ വന്ന് അവൻ എന്തൊക്കെയോ പറയേണ്ടത് തർക്കിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ തർക്കമാണ്. എന്നാൽ ഇത് പൊക്കി വിടാനോ വേറെ ഒരു ഇതുമില്ല, മിഷൻ വർക്ക് ചെയ്യണമെന്നില്ല. എത്ര സമയം എന്നറിയോ? ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ അവിടെ കിടന്നു ടോൾ ബൂത്തിൽ. ഞാൻ അവരുടെ തർക്കിച്ചു. അപ്പൊ അവന്റെ പ്രതികരണം ഭയങ്കരമായ ഒരു ഭീഷണി സ്വരത്തിലാണ്. നോക്കൂ, കണ്ടോ, എന്താ ഇതിനൊക്കെ ഒരു മറുപടി? എനിക്കിത്രേ പറയാനുള്ളൂ. എന്താ ചെയ്യാ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടുക. അതേപോലെ ഒന്ന് കമന്റ് അടിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ.